ഹലോ നമസ്കാരം, അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഈവനിങ് വൈബ് എന്ന് പറയാം. ഒരു ചെറിയൊരു നമ്മളുടെ കുറച്ച് ബൊഗൈൻ വില്ലാസ് ആണെങ്കിലും നമ്മുടെ ചെറിയ കുട്ടി ഗാർഡനിൽ കുറച്ച് ചെടികളും അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ. കുറേ ബൊഗൈൻ വില്ലാസമൊക്കെ പൂക്കളുണ്ടായിരുന്നു, അതൊക്കെ പോയി. ചിലതൊക്കെ പുതിയതായിട്ട്, എല്ലാതും ഒരേ ടൈമിലല്ല. അപ്പോൾ എല്ലാം എടുക്കാനായിട്ട് ഒരേ സമയത്ത് നമുക്ക് എന്തായാലും പൂക്കൾ കിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ വേറെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാം അവരുടെ ബൊഗൈൻ വില്ലാസൊക്കെ നിറയെ പൂത്ത് നിൽക്കണത്. ഇത് നമ്മളുടെ സെൻറ്റിയാണ് കേട്ടോ, നമ്മളുടെ പൂച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുറത്തുനിന്ന് വന്ന ഒരു പൂച്ചക്കുട്ടിയാണ്. അത് ഇത്തിരി വലിപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ലുലുകളിൽ ഒരാളാണ്, ആൾ ഇച്ചിരി വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് ബാലൻസ് കുറവുണ്ട് ആൾക്ക്. പിന്നെ നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇവരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 12 ആളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഓരോണ്ണത്തിനെ നമ്മളുടെ കാക്ക കൊത്തി ശരിപ്പെടുത്തി. ഇപ്പോൾ നമുക്ക് 11 എണ്ണമാണുള്ളത്. ഇത് നമ്മളുടെ ബാക്കിയുള്ള നമ്മളുടെ ലുലുകളാണ്. ഭയങ്കര ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തോ ഒരു അപകടം മണത്തുണ്ട്. അപ്പോൾ അത് തന്നെ ഭയങ്കര പരാതി പറച്ചിലാണ്. പിന്നെ നമ്മുടെ അക്വാപോണിക്സിലെ തക്കാളിയും കുറേ പൊട്ടിച്ചു കഴിഞ്ഞു. മിളകൊക്കെ ആണെങ്കിലും ഒരുപാടുണ്ടായി. പക്ഷേ കാബേജും കോളിഫ്ലവറും ഒന്നും അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് കുറേ അക്വാപോണിക്സിൽ നിറയെ ഉണ്ടായി നിൽക്കണതൊക്കെ. പക്ഷേ എനിക്കങ്ങനെ ഉണ്ടായില്ല. അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ മുളക് നന്നായി ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചീരയാണെങ്കിലും കണ്ടോ, ഇതിൽ ഈ കോളിഫ്ലവറും കാബേജൊക്കെ ആണെങ്കിലും ഇലകളൊക്കെ നല്ല ഉഷാറാണ്. ഇത് നമ്മളുടെ പൊന്നാങ്കണ്ണി ചീര, അതും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അക്വാപോണിക്സിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ചീരയുടെ ടേസ്റ്റ് തന്നെ, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഇതൊന്നുമില്ല. പക്ഷേ കുറച്ച് വെള്ളം നല്ല കുറവുണ്ട്. പ്രത്യേകിച്ച് ഈ അക്വാപോണിക്സിൽ ഈ നടന്ന ചീര ഉണ്ടല്ലോ, അതിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. കാരണം ഇത് വെള്ളത്തിൽ നിന്നിട്ടാണല്ലോ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുഴയും ഇത് നമ്മൾ എന്താ പറയുക കറി വയ്ക്കുമ്പോൾ. പക്ഷേ പൊന്നാങ്കണ്ണി അങ്ങനെ പ്രശ്നമില്ല, കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളെ പേടിച്ച് നമ്മൾ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ കുറച്ച് പയറ്, പടവലം, കയ്പ അങ്ങനെയുള്ളതാണ്. അത് അത്ര നന്നായിട്ടൊന്നും വരുന്നൊന്നുമില്ല, കുറച്ച് കേടുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും അതിന് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതും നമ്മൾക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് തൈകളുണ്ട്. മുളകാണെങ്കിലും വഴുതിനയാണെങ്കിലും പിന്നെന്താ ഉള്ള വെണ്ടയൊക്കെ ഉണ്ട്. പക്ഷേ വെണ്ടയൊന്നും അത്ര നന്നായില്ല. തക്കാളി 1-2 കടയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് കൃഷിഭവൻകാർ തന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്താ പറയുക ഒന്ന് കെട്ടി. കാരണം നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും താറാവാണെങ്കിലും ഒന്നും വന്ന് കടിക്കാതെ ഇതൊന്നും ഇരിക്കുകയാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവർ ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ ചിലപ്പോൾ ഒക്കെ കയറും. അതിൻ്റെ ഇലയൊക്കെ അവർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വികൃതി ഉണ്ട്. പിന്നെ അവർക്ക് നന്നായി പറക്കാനും പറ്റുമല്ലോ, കുഞ്ഞുങ്ങളല്ലേ. നമ്മുടെ മില്ലി തന്നെ അവരെ എപ്പോൾ നോക്കിയാലും അവരൊന്ന് ഓടണ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ 2 പേരും മോശമില്ല, 2 പേരും അവരുടെ പുറകെ ഓടും, പിടിക്കാൻ നോക്കും. പിടിക്കൊന്നുമില്ല, ഉപദ്രവിക്കണമൊന്നുമില്ല, പക്ഷെ അവരായിട്ട് ഓടിപ്പിക്കും. ഇത് നമ്മളുടെ ലുലുവിന് കുറച്ച് വയ്യാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആൾ കുറച്ച് വീക്കാണ്. എന്നാലും ഇവർ 3 പേരും നല്ല ഫ്രണ്ട്സാണ്. നമ്മുടെ മില്ലി എന്ന് പറയുന്നത് നമ്മുടെ പേർഷ്യൻ കാറ്റ് അകത്തുള്ളത്. പക്ഷെ അവൾ ഫുൾ ടൈം പുറത്താണ്. കാരണം ഇവർ ഇങ്ങനെ പുറത്ത് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അവിടെ കിടന്ന് കരച്ചിലും പുറത്തേക്ക് വരാനുള്ളൊരു വെപ്രാളമാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം തുറന്നു വിട്ടാലും അവൾ അവിടെ അങ്ങനെ കറങ്ങി നടക്കും. പക്ഷെ നമ്മൾ ചുറ്റുമതിലൊക്കെ കെട്ടിയിരിക്കണതുകൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ വല്ലാണ്ട് പോവില്ല. പിന്നെ കുറച്ച് പേടിയും കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇത്രയും പേരുണ്ടല്ലോ, അപ്പോൾ അവരങ്ങനെ നടന്നോളും, കുഴപ്പമില്ല. പക്ഷേ നിറയെ ചെളിയാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉരുണ്ട് ചെളിയാക്കിയിട്ട് വരും, അതാണ്. പിന്നെ നമ്മുടെ ഇതൊരു താമരയാണ്. അത് ഇതുവരെ വാങ്ങിക്കുമ്പോൾ പൂണ്ടായിരുന്നു, പിന്നെ ഇതുവരെ പൂത്തിട്ടൊന്നുമില്ല കേട്ടോ. ഒരു പിങ്ക് കളറാണ്, കുറേ ഇലകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ തണലത്തൊക്കെ നടക്കുകയാണ്. അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുരുമുളകിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ നമ്മളുടെ ഉള്ള കുരുമുളകിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു.
അപ്പോൾ ഇപ്പോൾ നമ്മളതിലുള്ളൊരു വലിയ കട ഉണ്ടായിരുന്നത്, അതും അത്യാവശ്യം നന്നായി. ഞാനിത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിക്കും. മീനൊക്കെ നമ്മൾ വറക്കുമ്പോൾ അതിലേക്ക് അരയ്ക്കാനായിട്ടൊക്കെ അത് എടുക്കും, അങ്ങനെ ആവശ്യത്തിന്. അല്ലാതെ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയ കടയുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ വെച്ച കടകളുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണക്കാനുള്ളതൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്കിതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് അന്നത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക, നന്നായിട്ട്. പിന്നെ നമ്മളുടെ അന്ന് ഇഞ്ചി നട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുളച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ കോഴിക്കുഞ്ഞുങ്ങൾ വീണ്ടും പ്രശ്നങ്ങളാണ്, അവർ വന്ന് ചിക്കി ശരിയാക്കുന്നുണ്ട്. നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് 2-3 എന്താ പറയുക കട്ടിങ്സ് വെച്ച് പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മളുടെ നമ്മളുടെ പേരമയാണെങ്കിലും ഇപ്പോൾ പിടിച്ച് വന്നിട്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ആയിട്ടില്ല. അപ്പോൾ ഞാൻ വളമൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായി വളം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം കുറച്ച് കായ കുറവുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീൻ എന്ന് പറയണത് ആക്ച്വലി അതിന് അത്ര വെയിൽ പാടില്ല, നല്ല വെയിലത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു വാഴക്കൂട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെട്ടി കഴിഞ്ഞപ്പോൾ നല്ല വെയിലത്താണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഷോളൊക്കെ ഇട്ട് പുതപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെയുള്ളത് നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ പേരാമയൊക്കെ നിറയെ, അതായത് ഇത് കിലോ പേരയാണ്. അപ്പോൾ പേര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പേരയൊക്കെ ആകുമ്പോൾ ഒരു കൊലയമ ഒരെണ്ണം അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇത് പിന്നെ നമ്മളുടെ മിറാക്കിൾ ഫ്രൂട്ട്, ഇതും അത്യാവശ്യം നന്നായിട്ട് പ്രാവശ്യം, നന്നായിട്ടെന്ന് വെച്ചാൽ കൊല കുത്തിയിട്ടൊന്നുമല്ല, സാധാരണ നമ്മളുടെ 1-2 ഉണ്ടാവാറുള്ളൂ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോഴികൾ പെട്ടെന്ന് ഇത് കൊത്തി തിന്നും, കാരണം ഇവർ ഈ റെഡ് കളർ കാണല്ലേ. പിന്നെ അതൊരു ടേസ്റ്റും ഉണ്ട്, നല്ല മധുരമാണ്. അപ്പോൾ അങ്ങനെ കിട്ടാറില്ല. ഇപ്പോൾ ആ മുകളിലത്തെ ഭാഗത്ത് മാത്രം കുറച്ചുണ്ട്, താഴത്തൊക്കെ അവർ കുഞ്ഞി കായ ആകുമ്പോഴേ കടിച്ച് പറിച്ച് തിന്നും. പിന്നെ ഉള്ളത് നമ്മളുടെ ബെയറാപ്പിളാണ്. ഇത് ഞാൻ പഴുക്കാനായിട്ട് നിർത്തിയിട്ടില്ല, ഒരെണ്ണം ചെറുതായിട്ടൊരു കളർ മാറിയപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളുടെ ഗ്രീൻ ആപ്പിളിൻ്റെ പോലെയാണെന്നൊക്കെയാണ് നമ്മളെ വീഡിയോയിലൊക്കെ പറയണത്. പിന്നെ കടയിൽ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കാരപ്പഴമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കായ കഴിച്ചിട്ടുണ്ട്, അത് തന്നെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു വേർഷൻ അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.